ഹായ് കൂട്ടുകാരെ, സുഖമല്ലേ? അപ്പം ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. മസാലകളുടെ കുത്തൊന്നും ഇല്ലാത്ത ചിക്കൻ കറി. 2-3 ടിപ്പും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 8 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ചൂടായതിനു ശേഷം നമുക്ക് തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കുരുമുളകും എല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക, കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പം 1/4 ഭാഗത്തോളം റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഇത് റോസ്റ്റായി കിട്ടാനുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് വേണ്ട പൊടികളാണ് നമുക്ക് എടുക്കേണ്ടതിന്. അപ്പോൾ കറക്റ്റ് അളവാണ് ഞാൻ പറയുന്നത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വറവായി കഴിയുമ്പോഴത്തേനും ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടും. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കിലോ ചിക്കൻ കറി കൊണ്ട് ഒരു 10-12 പേർക്ക് സുഖമായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾ സാധാ ചിക്കനാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട 2 വലിയ സവോള എടുത്തിട്ടുണ്ട്, ഒരു 5-6 വെളുത്തുള്ളി, കുറച്ച് ഒരു ഇഞ്ചി, 2 പച്ചമുളക്, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് അധികം നേരത്തതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ അരപ്പിനുള്ള ഇതെല്ലാം തണിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ജാറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കരുത്. വെള്ളം ഇല്ലാതെ 2 വട്ടം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിന് ശേഷമാണ് ഇതിനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഇനി പാനിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും സവോളയും തക്കാളിയും എല്ലാം ഒരുമിച്ച് തന്നെ ചേർത്തോളൂ. എന്നിട്ട് ഇത് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ റോസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് അതായത് കളറ് മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. എല്ലാം നമുക്ക് ഇതുപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആ ലൈക്ക് ബട്ടണിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ചിക്കനെല്ലാം മാറ്റി കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഇതുപോലെയല്ല, ഇനി ചിക്കൻ പിന്നെയും വേവാനുണ്ട് എന്നുണ്ടെങ്കിൽ അരപ്പ് ഈ സമയത്ത് ചേർക്കേണ്ടതില്ല. കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു 20 മിനിറ്റ് ചിക്കൻ അടച്ചു വെച്ച് വേവിക്കുക. അതിന് ശേഷം മാത്രം നിങ്ങൾ ഈ അരപ്പ് ചേർത്താൽ മതി. ഇതുപോലെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം ഒരുമിച്ചെടുത്തിട്ട് നമുക്കൊരു 1/4 ഭാഗം വെന്ത ചിക്കനാണിത്. അതുകൊണ്ട് ജസ്റ്റ് ഒരു 15 മിനിറ്റ് കൂടെ ഇനി വേവാനുള്ളൂ. ഈ സമയത്ത് നമുക്ക് ഇതെല്ലാം നന്നായിട്ട് 15 മിനിറ്റ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ട് കിട്ടും. അതുപോലെ നിങ്ങൾ അങ്ങനെയല്ല വേവിക്കുന്നുണ്ടെങ്കിൽ, കുക്കറിലല്ല എന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് നേരം സവോളയും ഇതും എല്ലാം ഇട്ടത് മാത്രം ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് 20 മിനിറ്റ് വേവിക്കുക. അതിന് ശേഷം തുറന്ന് വെച്ചിട്ട് മസാലകളെല്ലാം ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് 15 മിനിറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചിക്കൻ കറി റെഡിയായി കിട്ടും. എങ്ങനെയായാലും നല്ല സൂപ്പറായിട്ടുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ മസാലയുടെ ചുവയെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ വെളിച്ചെണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ട് നല്ല അരപ്പെല്ലാം നല്ല കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ഇതുപോലെ ആയി കിട്ടുമ്പോഴത്തേനും നമുക്ക് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 5-6 ചെറിയുള്ളിയും ഒരു 3-4 കഷ്ണം തേങ്ങയുടെ കൊത്തും ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉണക്കമുളകും കൂടെ ഇട്ടിട്ട് നമുക്കിത് വറുത്തിടാവുന്നതാണ്. കറിയിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ കറി എല്ലാവരും ഇപ്പം പെരുന്നാളിൻ്റെയൊക്കെ സമയത്തെല്ലാം നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ ഉണ്ടാക്കി എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുതേ.